കബഡി ബാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. എവിടുന്ന് വരുന്നു? എരൂർ ആണ് എന്റെ സ്ഥലം. അപ്പൊ ഇവിടുത്തെ അതെ അതെ. യോഗയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണോ? യോഗ ചെറുതായിട്ടൊക്കെ ബ്രീത്തിങ് അങ്ങനെയുള്ള സംഭവം മാത്രം. കുറച്ച് ബ്രത്ത് വേണമെന്നുണ്ടോ? അതോ വെള്ളം കിട്ടിയ കൊള്ളുന്നുണ്ട്. ശ്രീവിദ്യ വെള്ളമായി വരുന്നു. അപ്പൊ അവിടെ ഡാൻസും കളിക്കുന്നു. ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നതിലും വലിയ അത് റോബോട്ടിക് രീതിയിൽ കുടിക്കൂ ജയേഷ്. ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ശ്രീവിദ്യയും ഞങ്ങളുടെ കൂട്ടത്തിലെ ജയേഷും കൂടെ റോബോട്ടിക്കായി മാറാൻ പോവുകയാണ്. ലൈറ്റ്സ് ഓഫ് റോബോട്ട്. എന്തിന് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ എന്തിനെന്ന് ചോദിച്ചത്. കാര്യത്തിലല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മ്യൂസിക്. അതിലൊരിക്കലും യഥാർത്ഥത്തിൽ ശ്രീവിദ്യയുടെ എല്ലൊടിച്ച ശബ്ദമാണ് കേട്ടത്. ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ സ്റ്റെപ്പ്. ഓ അമ്മേ മതി. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ സ്റ്റെപ്പല്ലേ നീ ഒറ്റയ്ക്ക് ചെയ്താണ് അതുപോലെ ഒറ്റയ്ക്ക് ഒരു പാട്ട് ഞാൻ പറയാം. ഒന്നുകൂടെ കൈയുണ്ട് പാമ്പുകൾ. എങ്ങനെയുണ്ട് ജയിച്ച ഞങ്ങളുടെ കൊച്ച്? സൂപ്പർ അല്ലേ? അടിപൊളി. ഒന്നും കൂടെ ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് റോബോട്ട് ആവാൻ പറ്റും. ഞാൻ തന്നെ കുറെ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ പൊളിച്ചേനെ. എങ്ങനെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് അയ്യോ ഇതിങ്ങനെ. എന്നിട്ട് ഞാൻ വീട്ടിൽ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ കിട്ടുന്ന ടൈമൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ റോബോട്ടിക് ഡാൻസ്. സത്യം ഞാൻ ഈ വായിന്നൊക്കെ തീ തുപ്പുന്ന ഡാൻസ് ഒക്കെ അത് മലയാളത്തിൽ നീരാളി, സിംഗപ്പൂരില് ഡ്രാഗൺ കുഞ്ഞ. സിംഗപ്പൂരിലും നീരാളി എന്താ കേട്ട് ചെന്നൊന്നും പറയല്ലേ.
എന്റെ പൊന്നു നീരാ. കളിയുടെ കൗണ്ടർ നമ്മൾ ഒഫീഷ്യലി ഇവിടെ open. അപ്പൊ എന്താണ് പ്രൊഫഷണലി എന്താ ചെയ്യുന്നത്? എനിക്ക് പെയിന്റിങ്ങിന് വർക്കുക. ആ ഓക്കെ. അപ്പൊ ഈ പെയിന്റിങ്ങിന് വർക്കിന് പോയതിന്റെ ഇടയ്ക്ക് എവിടെയാണ് ഈ ഡാൻസ് എന്നുള്ള ഒരു സാധനം ചിന്ത കയറുന്നത്? അതെനിക്ക് ടിവിയിൽ മോങ് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായില്ല. ടിവിയിൽ മോങ് കാണിക്കണമെങ്കിൽ നമ്മൾ ഒരുപോലെ തന്നെ. അത് എങ്ങനെയെങ്കിലും ടിവിയിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഡാൻസ് എന്നുള്ളത് വന്നത്. ആ ഡാൻസ് ചെറുതായിട്ട് മിമിക്രി അങ്ങനെയൊക്കെ പോയി മിമിക്രി ചെയ്യും ലൈറ്റ് ആയിട്ടൊക്കെ. ആ ലൈറ്റ് വേർഷൻ നമുക്ക് രണ്ടെണ്ണം കേട്ടാലേ. ലൈറ്റ് വേർഷൻ നമ്മുടെ ചാളമേരി ചേച്ചി. മോളി കണ്ണമാലി. കിടക്കും അപ്പേ എപ്പോഴും ചോദിക്കും പിശാശി യാതൊരു ഇട്ടേക്കണത്. ഞാനെപ്പോഴും ചട്ടമായിരിക്കും ചോദിക്കരുത്. ഞാനെപ്പണ്ടിയൊക്കെ മാറ്റി വെച്ച് വല്ല ഹാർഡ് ഡേഴ്സ് എടുക്കാപ്പാ. ഹെവി സ്പോർട്ടിംഗ് ഡ്രൈവിംഗ് പൊസിഷനാണ്. ബാക്ക് ബോർഡർ ഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതേപോലെ വഴിയൊക്കെ എടുത്തിയല്ല. വിനായകൻ ചേട്ടൻ അതുകൂടെ കേട്ടോ. ആശാനെ നിസ്സാര ടീമല്ല, ഗുഡ് വൺ. കെട്ടില്ല ടീമാണ് ആശാനെ. അടിപൊളി. ആശാനെ പണി പാളി പോലൊരു തോന്നല ആശാനെ. ആശാൻ എന്റെ കൂടെ നിക്കോ? ആശാൻ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും നോക്കാനില്ല. കൊള്ളാല ആശാനെ, കിട്ടില്ല ടൂളാണല്ലോ. ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഡാൻസ് ആണ് ഇപ്പൊ ഏറ്റവും മുഖ്യമായിട്ട് എടുത്തിരിക്കുന്നത്, കൂട്ടത്തിൽ മിമിക്രി. ചെറുതായിട്ട് രണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട്. പെയിന്റ് അടിക്കുമ്പോ മറ്റേ എങ്ങനെ പെയിന്റ്? റോബോട്ടിക് പെയിന്റ്. അല്ല അങ്ങനെ പെയിന്റ് അടിച്ചാൽ അവരെന്നെ പറഞ്ഞുവിടും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. ആണ്. ഓക്കെ.